ഹലോ, വെൽക്കം ടു ശ്രീബ വൈബ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു കളാഞ്ചി ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. കുടംപുളി ഇട്ട് വെച്ച കോട്ടയം സ്റ്റൈൽ മീൻ കറി. ഏകദേശം ഒരു 20 മിനിറ്റ്സ് കുക്കിംഗ് ടൈമുള്ള ഫിഷ് കറിയാണിത്. ഓഫീസിൽ പോകുന്നവർക്കൊക്കെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. കളാഞ്ചി ഫിഷ് ഇത് 1 kg 1.2 kg 1.25 കിലോ ഉണ്ട്. ഒരൊറ്റ ഫിഷാണിത്. പിന്നെ ചെറിയ ഉള്ളി ഒരു 10 വലിയ ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കറിവേപ്പില ജസ്റ്റ് ഇട്ടിട്ടുണ്ട് നല്ല വഴറ്റാൻ വേണ്ടി. അങ്ങനെ ഒരുമിച്ച് ഞാൻ ഇട്ടാണ് ചെയ്യാറ്. ഇതാണ് കുടംപുളി, ഒരു 3-4 പീസ് കുടംപുളി ഉണ്ട്. ഇത് സെപ്പറേറ്റ് കറിവേപ്പില കറി ആയി കഴിഞ്ഞ ശേഷം ഇടാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ തോന്നും ചെറുതായിട്ട് ഉലുവ, പിന്നെ മുഴുവൻ ഉലുവയാണ് ഞാൻ ഇടാറുള്ളത്. ഇത്രയും ഇട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റുന്നത്. വെളിച്ചെണ്ണ വേണം, പിന്നെ മല്ലിയില, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് ഇടുന്നത്. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതി നോക്കാം. ഇതിൽ ഞാൻ എണ്ണയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉലുവ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, പിന്നെ കുടംപുളിയും കൂടെ ഇട്ടാണ് എണ്ണയിൽ വഴറ്റുന്നത്. കുടംപുളിയും കൂടെ ഇട്ട് എണ്ണയിൽ വഴറ്റുമ്പം ഈ കുടംപുളിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയിട്ട് കൂടുതലൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും, മീൻ കറിയുടെ ടേസ്റ്റ് കൂടും. അതാണ് ഒരു ടിപ്പ് ഇതിനകത്തുള്ളത്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ട് വഴറ്റണം. ഇട്ടിട്ട് ആവശ്യത്തിനിട്ട് നമ്മൾ വഴറ്റുക. പിന്നീട് വേണമെങ്കിൽ ഉപ്പ് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 2-3 മിനിറ്റ്സ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഏകദേശം ഒരുവിധം റോസ്റ്റായി വരും. എന്നിട്ട് ഇത് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടുക. ഒത്തിരി ഒന്ന് റോസ്റ്റായി വരുവാണെങ്കിൽ ഒരുപാട് ബ്രൗൺ കളർ ആക്കണ്ട ഉള്ളി. ഇനി നമ്മൾക്ക് മസാല മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. നമ്മുടെ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. മുളക് പൊടിയുടെ പകുതിയാണ് മല്ലിപ്പൊടി ഇടുന്നത്. എന്നിട്ട് ഇത് നേരത്തെ ആക്ച്വലി കുടംപുളി ഇട്ട് വെച്ചിരുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല നമ്മുടെ എണ്ണയിൽ ചേർത്ത് കൊടുത്ത് ഇളക്കി ഒരു ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഈ എണ്ണ തേങ്ങി വരുന്നുണ്ടോ, ആ പരുവത്തിൽ വേണം നമ്മൾ വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കറിയാമല്ലോ ആവശ്യത്തിന് എത്ര വെള്ളം വേണ്ടി വരുന്നുള്ളത്. അത് ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർത്ത് തിളപ്പിക്കുക. ഇപ്പം വെള്ളം ചേർക്കാൻ പോവാണ്. ഇത് ഏകദേശം ഒരു 100 ml ആണ് ഇതിനകത്ത് ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോൾ ഇതൊരു 4 കപ്പ്, അതായത് ഒരു 400 ml വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഇനി തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ചൊരു കൂടി നിൽക്കണം. തന്നിട്ട് വേണം, തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇളക്കിയിട്ട് മീൻ ഇടാനായിട്ട്. അപ്പോഴേ ഉപ്പ് മീനിൽ ശരിക്കും പിടിക്കുള്ളൂ. ഇതൊക്കെ പണ്ട് അമ്മ പറയുന്ന ടിപ്സാണ്. ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത് ഞാൻ ഉപ്പ് ഇടേണ്ടി വന്നു, കാരണം ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടി നിൽക്കണം. ഇനി മീനിടാൻ പോവാണ്. ഓക്കെ, ഇനി ഞാൻ ഫിഷ് ഇടാൻ പോവാണ്. ഫിഷ് ഇടാനുള്ള സമയമായി. ഫിഷെല്ലാം ഇത് അടുപ്പിലാക്കിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ആക്കി വെക്കുക. എല്ലായിടത്തും കറിയുടെ ഇത് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് എല്ലാം ഇനി അടച്ച് നമ്മൾ വേവിച്ചാൽ മതി. ഇപ്പോൾ ഇനി ഇത് തിളച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ആക്കും. മീഡിയം ഫ്ലെയിമിൽ കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊരു 20 മിനിറ്റ്സ് ഇരുന്ന് കഴിയുമ്പോൾ സംഭവം റെഡി.
പക്ഷേ ഇത് ആക്ച്വലി നാളെ കഴിക്കാനാണ് കുറച്ചും കൂടി നല്ലത്. കാരണം അന്നേരം പുളിയെല്ലാം പിടിച്ചിരിക്കും. കാരണം ഈ ഫിഷിൻ്റെ മാംസം കുറച്ചൊരു കട്ടിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പുളി മുളകൊക്കെ അതിനകത്തോട്ട് പിടിക്കാൻ ഒരു അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 8 മണിക്കൂറെങ്കിലും എടുക്കണം. അപ്പോൾ രാത്രി ഇപ്പം ഫിഷ് എടുക്കുന്ന കാര്യം എനിക്കറിയില്ല. ഇവിടെ വേണമെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ നാളെ അത് കഴിക്കും. ലാസ്റ്റ് നമ്മുടെ കറിവേപ്പില ലാസ്റ്റ് അങ്ങനെ കുറച്ചെടുത്ത് വെച്ചിട്ടില്ലേ, അതിന് ഇട്ടു. ഓക്കെ, അന്നത്തേക്ക് ഇത് അടച്ച് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ റെഡിയാവും. ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരിക്കും. നെയ്യൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോവാണ്. മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേരള സ്റ്റൈൽ അപ്പവും ഫിഷ് കറിയും അങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾ വന്നിട്ടുണ്ട്. പ്രസന്റേഷൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ യൂട്യൂബ് കൊണ്ടൊരു നല്ല കാര്യം ഉണ്ടായി. ഇപ്പൊ കേൾക്കാം ഒറിജിനൽ അഭിപ്രായം. നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതെന്ന് പറയുള്ളൂ. ആക്ച്വലി ഇത് ഒരു ദിവസം ഇരിക്കണം, നല്ലത് ശരിയാവുള്ള. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വീഡിയോയില്. കാരണം ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്തല്ലേ, പിടിക്കണം മീൻ പുളിയൊക്കെ. എന്നാലും ഉപ്പൊക്കെ ഓക്കെ ആണല്ലോ, കറക്റ്റാണ്. അത് നാളെ ആകുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് പിടിച്ചിരിക്കും. ഫിഷ് ഫ്രഷ് ആണല്ലോ അല്ലേ? ആ ഒരു ടെക്സ്ചർ ആണ് ഓക്കെ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Be happy, stay healthy. Good night.